ഹലോ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു നെക്ലസും കമ്മലുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള പോലെ തോന്നും, പക്ഷേ ഇതിൽ അത്രയധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ പെൻഡൻ്റ് ആണ്, കമ്മലും അതുപോലെ തന്നെ ചെയിൻ്റെ താഴെ കൊടുക്കാനുള്ള പെൻഡൻ്റ്, അതൊരു 3 പീസാണ് എടുത്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്തിട്ട് 2 സ്റ്റോൺ നമ്മുടെ സ്റ്റഡിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗോൾഡൻ്റെ സ്റ്റോണുകളാണ് കേട്ടോ, ചെറിയ സ്റ്റോൺ. ഇതിന് പകരം ബോൾ ചെയിൻ എടുക്കാം, നിങ്ങൾക്ക് ഗോൾഡൻ ബോൾ ചെയിൻ എടുക്കാം. പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ എടുത്തിരിക്കുന്നത് കണ്ടോ, പെൻഡന്റിന് മാച്ച് ആയിട്ടുള്ള സ്റ്റോൺ ചെയിനും പിന്നെ വൈറ്റ് സ്റ്റോൺ ചെയിനും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ത്രെഡ് ആണ് ഇതിന് കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ്, സ്റ്റഡ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഐപ്പിന്. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ OHP ഷീറ്റാണ്. സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു OHP ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് ഗ്ലൂ ആണ് കേട്ടോ. ഞാൻ 8000 ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് 7000 ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് വാക്സ് ഷീറ്റ് വേണം. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി ഞാൻ എന്താ ഇതുപോലെ ഒരു പ്രോ സർക്കിൾ വെച്ചിട്ടാണ് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടിന്നിൻ്റെയോ കടപ്പൻ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. പെൻസിലോ പേനയോ എന്തെങ്കിലും വെച്ച് വരച്ചാൽ മതി, നമുക്ക് അവിടെ ആ ഒരു ഷേപ്പ് കിട്ടണം, അത്രേ ഉള്ളൂ. പേന വെച്ച് വരച്ചാലും കണ്ടോ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ അതിൻ്റെ ആ ഒരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ ആണ്. ഞാൻ ബോൾ ചെയിൻ കൊടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻ്റെ കയ്യിലുള്ള ബോൾ ചെയിൻ്റെ സൈസ് കുറച്ച് വലുതാണ്. അപ്പോൾ അത് അത്രയ്ക്കും അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല, കാരണം സ്റ്റോൺ ചെയിനേക്കാളും വലിയ സൈസിൽ നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റോണുകൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബോൾ ചെയിൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഇനി ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണ്ടാതുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. വൈറ്റ് നമ്മൾ ആദ്യം എടുത്ത സ്റ്റോൺ ചെയിൻ വേണമെങ്കിൽ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നെക്ലസുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ കുന്തൻ സ്റ്റോണുകൾ വെച്ചിട്ട് ഞാൻ ഇതുപോലെ നെക്ലസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് അതിന് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതുപോലത്തെ OHP ഷീറ്റിലേക്ക് നമുക്ക് സ്റ്റോണുകളോ ചെയിനുകൾ, സ്റ്റോൺ ചെയിനുകൾ, കുന്തൻ സ്റ്റോണുകൾ പല ഷേപ്പിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല മോഡൽ നെക്ലസും കമ്മലും അതിന് മാച്ചായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മളിത് അതുപോലെ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇതുപോലെ അളവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബിഗിനറെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് നീങ്ങിപ്പോരും, പിന്നെ അത് ഷേപ്പാക്കി കൊടുക്കാൻ ഭയങ്കര പാടാണ്. സ്റ്റോൺ ഇത് ഒട്ടിക്കഴിഞ്ഞാൽ, അതായത് ഗ്ലൂമ സ്റ്റോൺ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റാക്കി കൊടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്താൽ മതി. നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് എളുപ്പവും നല്ലതും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതേ സ്റ്റോൺ ചെയിനും നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് പോവാതെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു വൈറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കളർ സ്റ്റോൺ ഉണ്ടല്ലോ, ബ്ലൂ ആണ്, അതൊരു സ്കൈ ബ്ലൂ ആണ്. വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഒരു വൈറ്റ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നമ്മുടെ പെൻഡൻ്റ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഈ രീതിയിലൊക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയി കടയിൽ പോയി വാങ്ങിക്കാനൊന്നും നിൽക്കേണ്ട. നല്ല റേറ്റാണ് ഇതുപോലെയുള്ള നെക്ലസ്സുകളൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഫംഗ്ഷനുകൾക്കൊക്കെ നല്ല ഒരു ഹെവി ലുക്കിലുള്ള ചെയിനുകളും നെക്ലസ്സുകളും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഐ പിന്ന്, ഹെഡ് പിന്ന്, അതുപോലെ സൈഡ് റിങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമുക്ക് ജ്വല്ലറിക്ക് അത്യാവശ്യം വേണ്ടത്. അത് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റോൺ ചെയിനൊക്കെ വാങ്ങിച്ച് 1 മീറ്റർ 2 മീറ്ററൊക്കെ പല കളറിലൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇതിൽ നിന്നൊക്കെ ഓരോ പീസേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലത്തെ നെക്ലസ് അതിന് മാച്ച് ചെയ്ത് കമ്മൽ, ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അറിയാം ഇതുപോലെയുള്ള നെക്ലസ്സൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ വരുന്നുള്ളത്. വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ എത്ര വരുന്നു ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഈ ഒരു പെൻഡൻറ്റ് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവട്ടെ, അതുവരെ അതങ്ങനെ ഇരിക്കട്ടെ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോഴേക്കും നമുക്ക് സ്റ്റഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. സ്റ്റഡിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് രണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി അതിന് ചുറ്റും നമ്മുടെ ആ ഒരു കളർ ചെയിൻ, സ്റ്റോൺ ചെയിൻ അതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് ഹെവി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റും കൂടി വേണമെങ്കിൽ ഒന്ന് ഒരു റൗണ്ട് കൊടുത്ത് അങ്ങനെ 2 റൗണ്ടൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊരു സ്റ്റഡാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിതിന് ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് ഒരു റൗണ്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പെൻഡൻറ്റും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ്ങിങ്ങോട് കൂടിയുള്ള ഒരു കമ്മലും കൂടി ഇതിന് മാച്ചായിട്ട് കിട്ടും. കമ്മലൊക്കെ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇന്ന് നല്ല പോലെ ഡ്രൈ ആയിട്ട് ഒരു 24 hours
ഹവേഴ്സൊക്കെ നിങ്ങൾ മാറ്റി വെക്കാൻ കേട്ടോ നല്ലത്. കാരണം നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുമ്പോൾ ഗ്ലൂ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെയൊക്കെ ഷേപ്പ് പോവും. വളരെ ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ആ ഒരു പെർഫെക്ഷനൊന്നും പോവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു റൗണ്ട് ഷേപ്പായ കാരണം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. കുന്തൻ സ്റ്റോണൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കണം നല്ലതാണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഷീറ്റ് ഒട്ടും പുറത്തേക്ക് കാണില്ല. ഉരുക്കി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, സ്റ്റോണുമ്മയ്ക്കൊന്നും കയറി പിടിക്കരുത് കേട്ടോ. പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം മാത്രം ലൈറ്റായിട്ടൊന്ന് ഉരുക്കി കൊടുക്കാനേ പാടുള്ളൂ. ഇല്ലെങ്കിലും ഇത് ചൂട് കൂടി കഴിഞ്ഞാൽ ഇത് ഒന്ന് വളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ്. അപ്പോൾ ജസ്റ്റ് ചൂട് കൂടി കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. അത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് ചൂട് കൂടി കഴിഞ്ഞാൽ ആ ഫ്ലെക്സിബിലിറ്റി ഒക്കെ പോയിട്ട് ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഇങ്ങനെ സ്റ്റിഫായിട്ടൊക്കെ നിൽക്കും. പിന്നെ ആ ഷേപ്പൊക്കെ മാറും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ ഐപ്പിനാണ് എടുക്കുന്നത്. നമുക്ക് 3 പീസ് വേണം. അപ്പോൾ അതിന് ആദ്യത്തെ ഒരു പീസിൽ നിന്ന് ഞാൻ എന്താ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് ഐപ്പിന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഐപ്പിന് നമുക്ക് സെറ്റ് ചെയ്യുക, അതുപോലെ ബാലൻസ് വരുന്ന പീസിൽ നിന്നൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ. ഒരുപാട് തവണ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആയിട്ടും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐപ്പിന് ഇവിടെ സെറ്റായി കണ്ടോ. അപ്പോൾ 2 പീസ് കിട്ടി. ഇനി അതിൽ നിന്ന് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് കമ്പിയൊന്നും നമ്മൾ കളയണ്ട, എടുത്ത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളിത് ഇതുപോലെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പെൻഡൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പെൻഡൻറ്റ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഐപ്പിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തിയിട്ട് ആ ഒരു പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒട്ടിക്കരുത്, കാരണം മറച്ചു വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഒട്ടിക്കണം. നമ്മുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാക്സ് ഷീറ്റിൻ്റെ ഇതുപോലത്തെ ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് സെൻറ്ററൊന്നും നിങ്ങൾ മാർക്ക് ചെയ്യാൻ മറക്കരുത്. 2 സൈഡിൽ നിന്നും സെൻറ്റർ നോക്കുക. അതിന് ശേഷം ഇതുപോലെ ഐപ്പിന് വെച്ച് കൊടുക്കുക. നമ്മുടെ ആ ഒരു വാക്സ് ഷീറ്റിൻ്റെ പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ 2 സൈഡിലും ഐപ്പിന് കൊടുക്കുക. ഐപ്പിന് നേരെ വെച്ച് കൊടുക്കരുത്, നമ്മുടെ സൈഡിൽ വെക്കുമ്പോൾ ചെരിച്ച് വെച്ച് കൊടുക്കുക. എങ്കിലാണ് നമുക്ക് ബാക്ക് ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ രീതിയിൽ ചെരിച്ച് വെച്ചിട്ട് ഓരോ പീസ് നമ്മുടെ ഷീറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്ലസ്. എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. നല്ല ഹെവി ആയിട്ട്, ഇതിലും ഹെവി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റോണുകളും കുന്തൻ സ്റ്റോണുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ സൈഡിലേക്ക് പോവാം. നമ്മൾ ഒട്ടിച്ച് വെച്ച ആ ഒരു സ്റ്റഡിൻ്റെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഐപ്പിന്നിലേക്ക് നമ്മുടെ ആ ഒരു പെൻഡൻറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇത് ആ ഒരു സ്റ്റഡിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനും നമ്മൾ റൗണ്ടിലാണ് വാക്സ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഐപ്പിന്നിലേക്ക് നമ്മൾ 2 പെൻഡൻറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കമ്മലിൻ്റെ ബാക്കിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പെൻഡൻറ്റ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഐപ്പിന് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഐപ്പിന്നിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, നമ്മൾ ആ സ്റ്റഡ് ബെൻഡൻറ്റ് കണക്ട് ചെയ്ത് കൊടുത്ത ഭാഗം മാത്രം താഴെ നിൽക്കാവുക, കമ്പിയൊക്കെ മുകളിലിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, അത് വിട്ടു പോരാതിരിക്കാൻ. ഇനി ഈ വാക്സ് ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റഡ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കമ്മലും ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കമ്മൽ. നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത് അല്ലേ. ഹാൻഡ് മെയ്ഡ് ആണെന്ന് തോന്നേ ഇല്ല നമ്മുടെ കമ്മൽ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിത് ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബാക്ക് ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐപ്പിന്നെ ചെരിച്ചു വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നെക്ലസും കമ്മലും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.